ഹായ് ഓൾ, വെൽക്കം അഗെയിൻ. അക്കൗണ്ടിംഗ് ടേംസിനെ കുറിച്ചുള്ള അവസാനത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് പർച്ചേസസ് എന്ന അക്കൗണ്ടിംഗ് ടേം ആണ്. പർച്ചേസസ് എന്ന ടേമിന്റെ മലയാളം മീനിങ് വാങ്ങുക എന്നുള്ളതാണ്. ബിസിനസ് സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. പർച്ചേസ് എന്ന വേർഡ് അവിടെ പല രീതിയിൽ യൂസ് ചെയ്യാറുമുണ്ട്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ട്രേഡിംഗ് കൺസേണിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ, അതായത് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അത് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലാണ് നമുക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ പർച്ചേസസ് എന്ന ടേം ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട ട്രാൻസാക്ഷൻ ഏത് തരത്തിൽപ്പെട്ടതാണ്. ട്രേഡിംഗ് കൺസേൺസ് പല തരത്തിലുണ്ട്. ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റുകളിൽ സ്റ്റേഷനറി സാധനങ്ങളാണ് അവർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു മിഷനറി വിൽക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ മിഷനറി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ് ആണെങ്കിൽ അവർ ഫർണിച്ചർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു, അത് വിറ്റ് ലാഭം ഉണ്ടാകും. ഇങ്ങനെ ഏത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ ട്രേഡിംഗ് കൺസേൺ രൂപീകരിച്ചിട്ടുള്ളത്, ആ ഗുഡ്സ്, അതായത് ഇപ്പം മിഷനറി കടയിൽ മിഷനറിയാണ് അവിടുത്തെ ഗുഡ്സ്, സൂപ്പർ മാർക്കറ്റിൽ സ്റ്റേഷനറി ഐറ്റംസ് ആണ് അവിടുത്തെ ഗുഡ്സ്, ഒരു ഫർണിച്ചർ കടയിൽ ഫർണിച്ചർ ഐറ്റംസ് ആണ് അവിടുത്തെ ഗുഡ്സ്. ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രേഡിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്നത് പർച്ചേസസ് എന്ന ടേമാണ്. ഒരു ട്രേഡിംഗ് കൺസേണിൽ എന്താണോ അവിടുത്തെ ഗുഡ്സ്, അവര് സെയിൽ ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ആ ഒരു ഗുഡ്സ് എന്താണോ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് പർച്ചേസസ് എന്ന ടേം അക്കൗണ്ടന്റ് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ആ സ്ഥാപനത്തിലെ മറ്റുള്ള ഫിക്സ്ഡ് അസറ്റ് മേടിക്കുമ്പോൾ ആ ഫിക്സ്ഡ് അസറ്റിന്റെ പേരിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ പർച്ചേസസ് എന്ന ടേം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പർച്ചേസസ് എന്ന ടേം ഉപയോഗിക്കുന്നത് ഒരു ട്രേഡിംഗ് കൺസേണിലാണ് എങ്കിൽ അവിടുത്തെ ഗുഡ്സ് എന്താണോ, അവിടെ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് എന്താണോ ആ ഗുഡ്സിന്റെ വാല്യൂ, ആ പർച്ചേസ് ചെയ്ത എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് ഉപയോഗിക്കേണ്ട ടേം പർച്ചേസസ് എന്ന ടേമാണ്. അതാണ് ഇവിടെ പറയുന്നതും. നമുക്ക് നോക്കാം. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബിസിനസ് കൺസേൺ ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ്, അതായത് ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ പർച്ചേസ് ചെയ്യുന്നതോ ആയ ഗുഡ്സിന്റെ എമൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് പർച്ചേസസ്. ഈ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് പല രീതിയിലാകാം. ഒന്നെങ്കിൽ ക്യാഷിനാകാം അല്ലെങ്കിൽ കടത്തിനാകാം. അത് ഏത് രീതിയിലാണെങ്കിലും ആ ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം ആണ് പർച്ചേസസ്. പിന്നീട് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ദിസ് ഈസ് ദ മേജർ ഐറ്റം ഓഫ് എക്സ്പെൻസസ്. ട്രേഡിംഗ് കൺസേൺസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസുകളിൽ ഒന്നാണ് ഈ പറയുന്ന പർച്ചേസസ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ദ ക്ലോത്ത് ബോട്ട് ബൈ എ ക്ലോത്ത് മർച്ചന്റ് ഓർ റൈസ് ബോട്ട് ബൈ എ റൈസ് ഡീലർ ആർ പർച്ചേസസ്. അതായത് ഒരു തുണിക്കടക്കാരന്റെ കടയിലെ തുണി, അതേപോലെ തന്നെ റൈസ് ഡീലറുടെ കടയിലെ റൈസ്, ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടന്റ് ആ ട്രാൻസാക്ഷന്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട അക്കൗണ്ടിംഗ് ടേം പർച്ചേസസ് ആണ്. അല്ലെങ്കിൽ അതിനെ പർച്ചേസസ് ആയിട്ടാണ് അക്കൗണ്ടിംഗിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് പർച്ചേസസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടേം സെയിൽസ് ആണ്. പർച്ചേസസ് എന്ന ടേം ഉപയോഗിക്കുന്നത് ഒരു ട്രേഡിംഗ് കൺസേൺസിലെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. ഈ ഗുഡ്സ് സെയിൽ ചെയ്യും, ആ സെയിലിൽ നിന്നുള്ള വരുമാനം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം ആണ് സെയിൽസ്. അതായത് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് സെയിൽസ് എന്ന ടേം ഉപയോഗിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ട്രേഡിംഗ് കൺസേണിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് സെയിൽസ്. ആ സെയിൽസ് എന്ന പേരിലായിരിക്കണം ആ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള വരുമാനം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് സെയിൽസ് എന്ന ടേമിന്റെ ഉപയോഗം. ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റെന്റ്. അതായത് ഒരു ട്രേഡിംഗ് കൺസേൺസിന്റെ ഗുഡ്സ് സെയിൽ ചെയ്തോ അല്ലെങ്കിൽ സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുമ്പോഴോ ആ ഒരു സർവീസിൽ നിന്നോ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴിൽ നിന്നോ കിട്ടുന്ന വരുമാനത്തെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിംഗിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം ആണ് സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് ആകാം, ക്രെഡിറ്റ് സെയിൽസ് ആകാം. കടത്തിന് സാധനങ്ങൾ വിറ്റാലും ക്യാഷിന് സാധനങ്ങൾ വിറ്റാലും അതിനെ സെയിൽസ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. The amount received from the sale of fixed asset is not treated as sales. സെയിൽസ് എന്ന് പറയുന്നത് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടേം ആണ്. ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിനെ സെയിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതിന് സെയിൽ എന്ന ടേമിൽ ഉപയോഗിക്കത്തില്ല. സെയിൽ എന്ന ടേമിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്ന ട്രേഡിംഗ് കൺസേണിന്റെ ഗുഡ്സ് എന്താണോ. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഷനറി കടയാണെങ്കിൽ മിഷനറിയാണ് അവിടുത്തെ ഗുഡ്സ്, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റേഷനറി ഐറ്റം ആണ് ഗുഡ്സ്, അതേപോലെ തന്നെ ഒരു ഫർണിച്ചർ കടയാണെങ്കിൽ ഫർണിച്ചറാണ് അവിടുത്തെ ഗുഡ്സ്. ഇവ വിൽക്കുമ്പോൾ സെയിൽസ് എന്ന ഹെഡിൽ എടുക്കും. എന്നാൽ അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഈ പറയുന്ന ഒരു ഫർണിച്ചറുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് ഒരുപാട് കാലപ്പഴക്കം വന്ന കാരണം വിറ്റെന്ന് വിചാരിക്കുക, അവിടെ നിന്ന് ഒരു ഇൻകം കിട്ടി, അത് സെയിൽ എന്ന ഹെഡിൽ എടുക്കില്ല. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് പർച്ചേസ് എന്ന ടേം ഉപയോഗിക്കുന്നത്. ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് സെയിൽ എന്ന ടേം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്താലോ സെയിൽ ചെയ്താലോ പർച്ചേസ് എന്ന ടേമോ സെയിൽ എന്ന ടേമോ ഉപയോഗിക്കില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അടുത്ത ടേം സ്റ്റോക്ക് ആണ്.
പർച്ചേസും സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു ടേം തന്നെയാണ് സ്റ്റോക്ക്. ഒരു നിശ്ചിത സമയത്ത് ഒരു ട്രേഡിംഗ് കൺസേണിൽ സെയിൽ ചെയ്യാൻ ആ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് സ്റ്റോക്ക്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ കൂടും, ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ കുറയും. ട്രേഡിംഗ് കൺസേൺസിൽ അങ്ങനെയാണല്ലോ. രാവിലെ ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ സെയിൽ നടന്നു തുടങ്ങും. അപ്പോൾ സെയിൽ നടക്കുന്നതനുസരിച്ച് അവിടെ ഇരിക്കുന്ന സ്റ്റോക്കിന്റെ വാല്യൂ കുറയും. സപ്പോസ് സപ്ലൈസ് വന്നിട്ട് അവർ ഇന്ന് പർച്ചേസ് ചെയ്യും, ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും സ്റ്റോക്കിന്റെ വാല്യൂ കൂടും. പർച്ചേസും സെയിൽസും നടക്കുന്നതനുസരിച്ച് ഈ സ്റ്റോക്കിന്റെ വാല്യൂവിൽ വ്യത്യാസം വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ട്രേഡിംഗ് കൺസേണിൽ സെയിൽ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് സ്റ്റോക്ക്. അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. ദ ഗുഡ്സ് അവൈലബിൾ വിത്ത് ദ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റോക്ക്. ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു ഡേറ്റിൽ ഒരു ട്രേഡിംഗ് കൺസേണിൽ സെയിൽ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം ആണ് സ്റ്റോക്ക്. ഇറ്റ് വേരീസ് വിത്ത് എവറി ട്രാൻസാക്ഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. ഓരോ പർച്ചേസും സെയിൽസിനും അനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് ടേംഡ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം 31 മാർച്ച് അല്ലെങ്കിൽ ഡിസംബർ 31 ഒക്കെയാണ് സാധാരണ ബിസിനസ് സ്ഥാപനം അവർ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് അടുത്ത സെക്ഷൻ നമുക്ക് ഫൈനൽ അക്കൗണ്ട് ആണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സമയത്ത് അതായത് 31 മാർച്ച് ഒരു ട്രേഡിംഗ് കൺസേണിൽ സെയിൽ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇയർ എൻഡിങ്ങിന്റെ അവസാനം, ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം ഒരു സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന സ്റ്റോക്കിന്റെ വാല്യൂനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് അടുത്ത വർഷമാകുമ്പോൾ, അതായത് 31 മാർച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം സ്റ്റേപ്പിളാണ്, അത് അടുത്ത അക്കൗണ്ടിങ്ങിന്റെ തുടക്കമാണ്. ആ തൊട്ടടുത്ത ദിവസത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് അതിനെ മറ്റൊരു രീതിയിൽ പരിഗണിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. ദ സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് ഇൻവെന്ററി. സ്റ്റോക്കിന്റെ മറ്റൊരു പേരാണ് ഇൻവെന്ററി. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പർട്ടിക്കുലർ ഇയർ ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അടുത്ത ടേം ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റർ എന്നാണ് പൂർണ്ണമായിട്ടും അക്കൗണ്ടിങ്ങിൽ ഇതിനെ ഉപയോഗിക്കുന്ന പേര്. കൂടുതലും സെയിൽസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്. ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് സെയിൽസ് എന്ന ഹെഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഗുഡ്സ് കടത്തിന് വിൽക്കുമ്പോൾ, ക്യാഷിന് വിൽക്കുമ്പോൾ ലഭിക്കുന്ന അസറ്റ് ക്യാഷ് ആണ്. എന്നാൽ ഇത് കടത്തിന് വിൽക്കുമ്പോൾ ലഭിക്കുന്ന അസറ്റിന്റെ പേരാണ് സൺട്രി ഡെപ്റ്റർ. അതായത് നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം ഗുഡ്സ് ഇതേപോലെ ആർക്കെങ്കിലും കടമായിട്ട് വിൽക്കുമ്പോൾ, കടമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന സ്ഥാപനം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പൈസ തരാനുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു അസറ്റ്, അതൊരു അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിന് പൈസ തരാനുള്ള ആൾക്കാർ ആ ഒരു അസറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് സൺട്രി ഡെപ്റ്റർ. അവിടെ പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹു ഓവ് മണി ടു ദ ബിസിനസ് ഓൺ റിസീവിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഗുഡ്സോ സർവീസോ കടമായിട്ട് കൈപ്പറ്റിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലോട്ട് പൈസ തരാനുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ആ ഒരു അസറ്റിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ഡെപ്റ്റർ അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്റർ. ഈ ഡെപ്റ്റർ എന്ന അസറ്റിനെ ചില സന്ദർഭങ്ങളിൽ വേറൊരു അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഡെപ്റ്റർമാര് വിശ്വാസത്തിന്റെ പുറത്താണ് അവർക്ക് സാധനങ്ങൾ കടമായിട്ട് നൽകുന്നത്. എന്നാൽ ഡെപ്റ്റർമാരിൽ നിന്ന് ഒരു ആധികാരിക രേഖ, അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പൈസ തരണം എന്നുള്ളൊരു ഡോക്യുമെന്റ് എഴുതി ഒപ്പിട്ട് മേടിച്ചാൽ ഡെപ്റ്റർ എന്ന അസറ്റിൽ നിന്ന് അത് ബിൽസ് റിസീവബിൾ എന്ന അസറ്റോട്ട് കൺവേർട്ട് ആവും. അതായത് ഡെപ്റ്റർമാരിൽ നിന്ന് ബിൽസ് റിസീവബിൾ ആയി. ബിൽസ് റിസീവബിളിന്റെ പ്രത്യേകത, ഈ ബില്ലും പ്രകാരം നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ അദ്ദേഹം പൈസ തരും. ഇൻ കേസ് അവർ തന്നില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആ ബില്ലിലൂടെ നമുക്ക് ലഭിക്കുന്നു. സപ്പോസ് നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ ബില്ല് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് ബിൽ ഡിസ്കൗണ്ടിലൂടെ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള അവകാശം കൂടി ഈ ബില്ലിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ ഡെപ്റ്റർമാര് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കടമായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ബില്ല് തയ്യാറാക്കുന്നത് നമ്മുടെ സ്ഥാപനമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ ഈ ബില്ലിലൂടെ ലഭിക്കും. ഡെപ്റ്റർമാരാണ് കൺവേർട്ടായി ബിൽസ് റിസീവബിൾ ആയിട്ട് മാറുന്നത്. തൊട്ടടുത്ത ടേമും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അക്കൗണ്ട് റിസീവബിൾ. ഒരു സ്ഥാപനത്തിൽ, ഇപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഡെപ്റ്റർമാരിൽ നിന്ന് കിട്ടാനുള്ള ആകത്തുക, അതേപോലെ തന്നെ ബില്ലും പ്രകാരം, ഈ പറഞ്ഞ രീതിയിലുള്ള ബില്ലും പ്രകാരം കിട്ടാനുള്ള ആകത്തുക, ഇവ തമ്മിലുള്ള ടോട്ടലിനെ നമുക്ക് എന്താ പറയാം, അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറയാം. അതായത് ഡെപ്റ്റർമാരിൽ നിന്ന് കിട്ടാനുള്ള ആകത്തുക, ബില്ലും പ്രകാരം കിട്ടാനുള്ള ആകത്തുക, ഇവ രണ്ടിന്റെയും കൂടി മൊത്തം തുകയെ നമുക്കെന്ന് പറയാം അക്കൗണ്ട് റിസീവബിൾസ് എന്ന ഹെഡിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാം. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ആ ഒരു ടേം അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് എമൗണ്ട് ഡ്യൂ ബൈ ഡെപ്റ്റേഴ്സ് ആൻഡ് the amount of bills receivable that the concern has with it as on the particular date. ഒരു നിശ്ചിത ദിവസത്തിൽ ഒരു സ്ഥാപനത്തിൽ, നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഡെപ്റ്റർമാരിൽ നിന്ന് കിട്ടാനുള്ളതും ബില്ലും പ്രകാരം കിട്ടാനുള്ളതുമായ തുകയുടെ ആകെ തുകയെ അക്കൗണ്ട് റിസീവ്സ് എന്ന ഹെഡിലാണ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത ടേം ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് ഈ ഒരു ടേമും പൂർണ്ണമായി ഉപയോഗിക്കുന്നത്. നമ്മൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന
സ്ഥാപനങ്ങൾ ഗുഡ്സ് കടമായിട്ടും ക്യാഷിന് മേടിക്കാറുണ്ട്. കടമായിട്ട് ഗുഡ്സ് മേടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ നമുക്ക് ആവശ്യമായ ഗുഡ്സ് കടമായിട്ട് മേടിക്കുമ്പോൾ അവരോടൊരു ബാധ്യത, ആ സ്ഥാപനങ്ങളോടോ വ്യക്തികളോടോ ഒരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. ആ ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേമാണ് സണ്ടറി ക്രെഡിറ്റർ. ഗുഡ്സ് കടമായിട്ട് മേടിക്കുമ്പോൾ മാത്രമല്ല, നമ്മളുടെ സ്ഥാപനം ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ക്യാഷ് കടമായിട്ട് മേടിക്കുമ്പോഴോ അങ്ങനെയുള്ള ബാധ്യത വരുമ്പോഴും റെക്കോർഡ് ചെയ്യാൻ സണ്ടറി ക്രെഡിറ്റർ എന്ന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. കൂടുതലായിട്ടും ട്രേഡിംഗ് കൺസേണിൽ ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് ഗുഡ്സ് കടമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സേവനങ്ങൾ കടമായിട്ട് കൈപ്പറ്റുമ്പോഴാണ്. അത് ആ ഒരു ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേമാണ് സണ്ടറി ക്രെഡിറ്റർ. ബിൽസ് റിസീവബിൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബാധ്യതയെ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന വ്യക്തികളോ ഇൻസ്റ്റിറ്റ്യൂഷനോ, അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തികളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ബില്ല് എഴുതി ഒപ്പിട്ട് മേടിച്ചെന്ന് വിചാരിക്കുക. അതായത് അവർ തയ്യാറാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബില്ല് എഴുതി ഒപ്പിട്ട് മേടിച്ചെന്ന് വിചാരിക്കുക. അതായത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ഥാപനം അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ളൊരു എഗ്രിമെന്റ് എഴുതി നമ്മുടെ കയ്യിൽ നിന്ന് ആ ബില്ല് എഴുതി ഒപ്പിട്ട് മേടിച്ചാൽ ക്രെഡിറ്റർ എന്ന ബാധ്യത എന്താവും? ബിൽസ് പേയബിൾ എന്ന ബാധ്യതയായിട്ട് കൺവേർട്ട്. അതായത് ബില്ലും പ്രകാരം ആ സ്ഥാപനത്തിനോ വ്യക്തിക്കോ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടാവും. ക്രെഡിറ്റർ എന്ന ബാധ്യത മാറും. സൺട്രി ക്രെഡിറ്റർ എന്ന ബാധ്യതയുടെ പ്രത്യേകത, നമ്മൾ കൊടുക്കുമ്പോൾ അദ്ദേഹം മേടിക്കുന്നത് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതൊരു വിശ്വാസമാണ്. എന്നാൽ ബിൽസ് പേയബിൾ വരുമ്പോൾ നമുക്ക് ഒരു നിയമപരമായ ബാധ്യതയുണ്ട് അത് കൊടുക്കാൻ. അത് നമ്മളത് ആ സ്ഥാപനത്തിനോ വ്യക്തിക്കോ കൊടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന് നിയമ നടപടി നമ്മൾക്കെതിരെ നടത്താൻ സാധിക്കും. ഈ ഒരു എക്സ്പ്ലനേഷനിലും അതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് ഹു ഹാവ് ക്ലൈം ഫോർ മണി എഗനിസ്റ്റ് ദ ബിസിനസ് ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ് ഓർ സർവീസ് റെൻഡേഡ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. അതായത് വ്യക്തികളോ ബിസിനസ് സ്ഥാപനങ്ങളോ നമ്മുടെ സ്ഥാപനത്തിലോട്ട് സർവീസോ ഗുഡ്സോ കടമായിട്ട് പ്രൊവൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് മറ്റുള്ള വ്യക്തികളോടോ സ്ഥാപനങ്ങളോടോ ബാധ്യത ഉണ്ട് എങ്കിൽ ആ ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ടേമാണ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ബില്ല് എഴുതി ഒപ്പിട്ട് മേടിച്ചാൽ അത് ബിൽസ് പേയബിൾ ആയിട്ട് മാറും. സൺട്രി ക്രെഡിറ്റർ ബിൽസ് പേയബിൾ എന്ന ലൈബിലിറ്റി ആയിട്ട് കൺവേർട്ട് ആവും. ഈ രണ്ട് ബാധ്യതയുടെ എമൗണ്ടിനെ ടോട്ടൽ ചെയ്ത് പറയുമ്പോൾ പറയുന്ന അക്കൗണ്ടിങ് ടേമാണ് അക്കൗണ്ട് പേയബിൾ. അതായത് നമ്മുടെ സ്ഥാപനം സൺട്രി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള തുക, ബില്ലും പ്രകാരം കൊടുക്കാനുള്ള തുക, ഇവർ രണ്ടിന്റെയും കൂടി ടോട്ടൽ എമൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ടേമാണ് അക്കൗണ്ട് പേയബിൾ. അക്കൗണ്ട് പേയബിൾ ഈസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഓഫ് ദ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. പർട്ടിക്കുലർ ഡേറ്റിൽ ക്രെഡിറ്റർമാർക്കും ബില്ലും പ്രകാരം കൊടുക്കാനുള്ള പൈസയുടെ ടോട്ടൽ തുകയാണ് അക്കൗണ്ട് പേയബിൾ എന്ന ടേം കൊണ്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. സ്റ്റേ ട്യൂൺ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.